2-3 ദിവസമായിട്ട് വരണുണ്ടല്ലോ, എന്തിനാ വന്നത്? അത് ഇന്ന സർട്ടിഫിക്കറ്റിനാ. ലൈനിൽ നിന്ന് വരണം, പക്ഷെ എൻ്റെ അടുത്ത് ഇത് എഴുതാൻ വരുമ്പോൾ ഈ സാരിയുടെ സൈഡ് ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. ജാതി സർട്ടിഫിക്കറ്റിന് ചെല്ലുന്നവരോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ജോലി ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസത്തിനകത്ത് ഹാജരാക്കണം. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെ 6 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. നമ്മുടെ ഇത്തരം വേദികൾ വന്നിരുന്ന അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആളുകൾ പോലും സ്വന്തം കാര്യം നടത്തുന്നതിലേക്ക് വേണ്ടി അവിടെ പോയി സന്ധ്യം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെയാണ് ഈ അഴിമതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. സ്വാഭാവികമായി കൈക്കൂലി കൊടുക്കുന്നവരെ പിടിച്ചു കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. അങ്ങനെ വലിയ മാറ്റം ഉണ്ടാവുമായിരുന്നു. ഒരാള് കൈക്കൂലി വാങ്ങിയാലാത്ത ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കഴിവുമില്ലാത്ത വില്ലേജ് ഓഫീസർക്ക് വേണ്ടത് 250 രൂപ 500 രൂപയായിരിക്കാം. ഞാനൊരു 500 രൂപയല്ലേ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്തൊരു വലിയ ക്രൈമാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇതിന്റെ റിസൾട്ട് എവിടെയാണ്? ഇപ്പൊ സാങ്കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഇവരെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അതെന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ ജയിലിലായി, ആ കുടുംബത്തിന്റെ അത്താണ് നഷ്ടപ്പെട്ടു. പുഷ്പമ്മയോട് ചോദിക്കാം, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ ജയിലിൽ പോയപ്പോഴത്തേന് എങ്ങനെയുണ്ട് ഇറക്കുന്ന കാര്യം അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് കൊടുത്തിട്ടുണ്ട്, വിഷമിക്കേണ്ട, ഇറക്കാം. അന്നേരം പറഞ്ഞു എന്നെ ഇറക്കുന്നതിനേക്കാളും എൻ്റെ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം, എന്നാലേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എനിക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമില്ല, ഞാൻ എൻ്റെ വസ്തുവിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടം അനുഭവിച്ചത്, അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സർവേയുടെ റിപ്പോർട്ട് വെച്ച് അഡീഷണൽ തഹസിൽദാർ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. എന്താണ് അതിന് കഴിയാത്തത്? ആ രീതിയിൽ സാംകുട്ടി പറയുന്നത്, ഞാൻ അകത്ത് കടന്നാലും വേണ്ടില്ല, ഈ പ്രോപ്പർട്ടി തിരിച്ചു കിട്ടുകയും കടം തീർക്കുകയുമാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം ജീവിതം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ അവകാശം നേടാൻ, അത് അദ്ദേഹത്തിന്റെ അവകാശമാണത് അല്ലെ, അതാണ് നിഷേധിക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം, അതായത് എന്താണ് കാര്യം, ഇവര് തന്നെ ഇപ്പൊ പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോഴാണ് അവർ പറഞ്ഞത് അറിയണത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് അറിയണത്. ഇങ്ങനെ ഒരു പരാതി പ്രധാനമന്ത്രിയുടെ കയ്യിൽ വരെ പോയിട്ടുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞാണ് പൊതുജനം ഇത് അറിയണത്. അതുപോലെ തന്നെ പല കൊലപാതകങ്ങളും നമ്മൾ പിന്നീടാണ് അറിയണത്. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ ഒരു അന്വേഷണം, മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ പിറകെ പോണതിനെ അതേ താല്പര്യം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി കാണിക്കണം. മാഡം, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ നാട്ടിലെ വില്ലേജ് ഓഫീസർ കാരണം ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റാതെ ഡിപ്ലോമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. 2 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ഡിഗ്രിക്ക് പോകാനായിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓൺലൈൻ സംവിധാനം വഴി, അക്ഷയ വഴി റിക്വസ്റ്റ് അയച്ചതാണ്. അപ്പോൾ അതിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്തോ പ്രശ്നം വന്നപ്പോൾ ഞാൻ ജാതി സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടി വില്ലേജ് ഓഫീസറിനെ നേരിട്ട് കാണാൻ പോവുകയും 6 ദിവസത്തോളം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുകയും വില്ലേജ് ഓഫീസർ അവിടെ ഇല്ല. അങ്ങനെ കയറി ഇറങ്ങിയിട്ട് അവിടെ ഈ ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം ഉണ്ടായിട്ട് അവരാരും എനിക്കൊന്നും ശരിയായി തരുന്നില്ല. ഞാൻ കാര്യം പറയുന്നുണ്ട്, അഡ്മിഷൻ്റെ ഡേറ്റ് ആവുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അവസാനം പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ടുവന്ന് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഈ കയറി ഇറങ്ങുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് എനിക്ക് പേപ്പർ ഒപ്പിട്ട് തന്നത്. അപ്പോഴേക്കും ഡിഗ്രിയുടെ ഓൺലൈൻ അഡ്മിഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ആ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഡിപ്ലോമയിൽ അഡ്മിഷന് കഴിഞ്ഞ് 2 വർഷം പഠിക്കുന്നത്. ഇതിൻ്റെ കാരണം അവരെ മടി കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അവർക്ക് മടിയാണ് ചെയ്തു തരാൻ. റെക്കമെൻഡേഷനും കൈക്കൂലിയും ഇപ്പം ഒരു സമ്പ്രദായമായി മാറിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസുകളിലായാലും ഏത് സർക്കാർ ഓഫീസുകളിലായാലും, അതിപ്പോൾ വിദ്യാർത്ഥികൾക്കായാലും വലിയ മുതിർന്ന ആൾക്കാർക്കായാലും ഇത് ഒരുപോലെ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരാളുടെ ജീവിതമാണ് ഇല്ലാതെയാക്കുന്നത്. അതിനെതിരെ ഒരു നടപടി എന്നൊന്നും ഇല്ല. മേഡം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാഡിസ്റ്റുകളായ വില്ലേജ് ഓഫീസർമാരുണ്ട്. പക്ഷെ അത്തരക്കാര് അങ്ങനെയുള്ള തസ്തികകളിൽ ഇരുത്തരുത് എന്ന് മേലുദ്യോഗസ്ഥരോട് അപേക്ഷിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പൊതുജനമല്ല, ഇതുപോലുള്ള പരാതിക്കാർ അല്ലെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ അത് വേറെ എന്താണ് പറയാൻ പറ്റുന്നത്? അർഹമായ സർട്ടിഫിക്കറ്റുകൾ സാഡിസ്റ്റുകളായ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളതാണോ യഥാർത്ഥ പ്രശ്നം? എങ്ങനെയാണ് 5 കോടി രൂപ കൈക്കൂലി വാങ്ങുന്ന ഒരു മന്ത്രിക്ക് 500 രൂപ വാങ്ങുന്ന വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ എന്ത് ധാർമ്മിക അധികാരം? ഇവിടെ ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അങ്ങനെ ഏതെങ്കിലും ചില പുഴുക്കുത്തുകൾ ഇത് കിട്ടിയാൽ മാത്രമേ ചെയ്യൂ എന്നുള്ള വില്ലേജ് ഓഫീസർമാരെ നിയമത്തിൻ്റെ മുമ്പിൽ അല്പം മെനക്കെട്ടായാലും കൊണ്ടുവരേണ്ടതല്ലേ? അല്ല, അത് വേണം സാറേ. ഞാൻ പറയട്ടെ, അഴിമതി എന്ന് പറയുന്നത് ജനകീയവൽക്കരിച്ചു കഴിഞ്ഞു. അഴിമതി എന്നത് ജനകീയവൽക്കരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള എത്ര കേസുകളിൽ തീരുമാനം ഉടനെ എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് 2 ഭാഗങ്ങൾ നോക്കണം. അതായത് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ
കൈയുടനെ അയാളെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയത്തില്ല. ഞാനിപ്പോ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ കുട്ടി പറഞ്ഞു അയാൾക്ക് ഡിഗ്രിക്ക് പഠിക്കുവാനുള്ള അവകാശം നിഷേധിച്ചു. പരാതി കൊടുക്കണം, തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. അതിനെക്കുറിച്ച് അന്വേഷണം വരും. അന്വേഷണം വന്ന് കുറ്റക്കാരനാണ് എങ്കിൽ അയാളെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കും. അയാളെ സംരക്ഷിക്കാൻ അപ്പൊ എത്രമാത്രം ആൾക്കാരുണ്ടാവും സർ? ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല സർ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള അന്വേഷണങ്ങളിൽ ഏതൊക്കെ കേസുകൾ അഴിമതി പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. അങ്ങനെ ഭയക്കുന്ന ഒരു സമൂഹമാണ് അഴിമതിക്ക് വളം വെക്കുന്നത് എന്ന് പറയാതെ പോകാതെ നിർവാഹമില്ല. അതിൽ ഭയത്തിന്റെ പ്രശ്നമേ ഇല്ല. സർക്കാരുകൾക്ക് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരു പക്ഷേ അച്ഛന്റെ സ്ഥാനത്ത് സജീവായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു മറുപടി എനിക്ക് തരാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ മാഡത്തോട് ആദ്യമേ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ നമുക്കിപ്പോൾ ആ വസ്തു രണ്ടാമത് എഴുതി വന്നപ്പോൾ സർക്കാർ വക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സാർ ആദ്യം പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അത് പറയാതെ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആവശ്യമായ കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ വരുന്ന വ്യക്തി എന്ത് ജോലിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഈ തരാനുള്ള വരുമാനം അത് അയാൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും പപ്പയെ കാണുമ്പോൾ അറിയാം അതൊരു സാധാരണ മനുഷ്യനാണെന്ന്, ഒരു കൂലിപ്പണിക്കാരനാണ് എന്നാണ് അവസാനം അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അത് സർക്കാർ ഭൂമിയായിരുന്നെങ്കിൽ ഇത്രയും കാലം അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ജീവിതം ഇല്ലാതാക്കി ആ വ്യക്തിക്കെതിരെ ഒരു നടപടിയുമില്ലേ സർ? വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുക്കാം, അതിന് അഡീഷണൽ അതിപ്പോ ഒരാൾ പരാതിപ്പെടണം തന്നെയല്ലേ, സ്വമേധയാ എടുത്തുകൂടെ? എന്താണെന്ന് അന്വേഷണ കമ്മിറ്റി വെച്ചുകൂടെ? അതെ, ചെയ്യാം. ആ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ. ഈ നിയമം എന്നും നീതി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിയമം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാംകുട്ടി ചെല്ലുമ്പോൾ സാംകുട്ടിക്ക് ഈ ഭൂമി കൊടുക്കാതിരിക്കാൻ അവർ പറഞ്ഞത് നിയമമാണ്. അവിടെ നിയമം നടന്നു. സാംകുട്ടി ബോംബ് എറിഞ്ഞപ്പോൾ സാംകുട്ടിനെ പിടിച്ചുകൊണ്ട് പോയത് നിയമം ഉപയോഗിച്ചാണ്. നിയമം നടന്നു. നീതി നടന്നോ? നീതി നടന്നില്ല. നീതി എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ്. നീതി നടത്താനാണ് നിയമമെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് നീതി നടന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ള മാർഗമാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു നടപടിക്ക് തയ്യാറാവുമോ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നേരെ? എനിക്ക് നീതി ലഭിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നടപടിക്ക് തയ്യാറാണ്. പക്ഷെ നാളെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലണ്ടേ? അവിടെയുള്ള സ്റ്റാഫ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കും. ഈ 2 വർഷം എനിക്ക് എന്റെ ഈ ഡിഗ്രി പഠിത്തം എനിക്ക് നഷ്ടപ്പെട്ടത് അയാൾക്ക് തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. ഞാൻ എന്തായാലും 2 വർഷം ഡിപ്ലോമ എടുത്ത് ഇനി 1 വർഷം കഴിഞ്ഞ് അതങ്ങ് തീരും. എനിക്ക് നഷ്ടപ്പെട്ട ഡിഗ്രി പഠിത്തം അയാൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല. അതേസമയം ഇപ്പൊ അയാൾക്കെതിരെ പരാതി കൊടുത്ത അയാളുടെ കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാവും എന്നുള്ള കാര്യം എനിക്കറിയാം. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ പറയട്ടെ, ഈ കൈക്കൂലിക്കാരൊക്കെ അടിസ്ഥാനപരമായി വളരെ ഭീരുക്കളാണ്. ഇയാൾ ഒരു പരാതി കൊടുത്താൽ ബാക്കി വില്ലേജ് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ഇയാൾ ചെല്ലുമ്പോൾ എണീറ്റ് നിന്ന് അയാളുടെ കാര്യം ചെയ്തു കൊടുക്കും. അല്ല, ഒരു സത്യം പറയട്ടോ. അല്ല, ഈ ശ്രീ ജോസ് പറഞ്ഞ ഒരു കാര്യത്തിൽ എന്റെ പല അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം പറയാം. ഇവർ അടിസ്ഥാനപരമായിട്ട് ഭീരുക്കളാണ്. ഉറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ പേടിച്ചു പോകും. ഇവർ വളരെ മര്യാദക്കാരാവുകയും ചെയ്യും. എനിക്ക് അങ്ങനത്തെ മറ്റു ഓഫീസുകൾ, വലിയ ഓഫീസുകളിലല്ല, മറ്റു സ്ഥലങ്ങളിൽ അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കാം. ഈ സംഭവം നടന്നതിന് ശേഷം പപ്പയുടെ ഈ സംഭവം നടന്നതിന് ശേഷം എവിടെ നിന്ന് എന്റെ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, 3 വർഷം കൊണ്ട് അയാളുടെ വസ്തുവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നടക്കുക. അയാൾ ചെയ്തത് ഇതുപോലെ ഒരു കുപ്പി പെട്രോളായിട്ട് അവിടെ ചെന്ന് അവിടെ നിന്നിട്ട് ഇത് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയാൾ അപ്പം എഴുതി കൊടുത്തതാണ്. ഭീരുവാണ് ശരിക്കും. അവർ പരാതിപ്പെടാൻ മുതിരുന്നില്ല. 90% ആളുകളും എങ്ങനെയെങ്കിലും കാര്യം സാധിച്ച് പോകാം എന്നുള്ള തലത്തിൽ ആ മനോഗതിക്കാരാണ്. വില്ലേജ് ഓഫീസിലല്ല, അത് ഞാൻ വേറെ കൃത്യമായിട്ട് പറയാം. RTO ഓഫീസിൽ ഒരു വണ്ടി വാങ്ങിച്ചു, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നു. അവർ ID ചോദിച്ചു, ഞാൻ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുത്തു. എന്റെ ഫോട്ടോ എടുത്ത റേഷൻ കാർഡാണ്. അവിടെ ഇരുന്ന ക്ലർക്ക് എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, ഈ ID ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ എടുക്കാത്തത് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷന്റെ കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വോട്ട് ചെയ്യാൻ വേണ്ടി അവർ തന്നതല്ലേ, അത് വണ്ടി വാങ്ങിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനാണോ? അല്ല, അതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറ്റുമെന്ന് ഉറക്ക ഒച്ച ഉണ്ടാക്കിയപ്പോൾ ജോയിന്റ് RTO ഇറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഈ റേഷൻ കാർഡ് നിങ്ങൾ എടുക്കില്ല എന്ന് എനിക്കൊന്ന് എഴുതി തരണം. സാറ് എഴുതി ഒപ്പിട്ട് സീൽ വെച്ച് തന്നാന്ന് പറഞ്ഞു. അതങ്ങനെ ഞാൻ എഴുതില്ല, ഈ സ്ത്രീക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പോയി. ഞാൻ അകത്ത് പോയിരുന്നു, ഇങ്ങനെ പുറകെ പോയി അവിടെ പോയിരുന്നു. എനിക്ക് ചായ അത് കൊണ്ടു തന്നു. ഈ സ്ത്രീ തന്നെ വന്ന് ഈ റേഷൻ കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയി ഇത് ചെയ്തു. ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരുണ്ട്. സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന് ഞാൻ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, ഞാൻ കടകംപള്ളി ഇരുന്നപ്പോൾ
ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെച്ചു ഇവിടെ ശിവായി എടുക്കണം, സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നുള്ളത്. അപ്പം അയാളോട് എനിക്ക് സൈക്കിൾ ചവിട്ടാൻ നേരിട്ട് ബോധിപ്പിച്ചു. ഈ ലോകത്ത് എല്ലാവർക്കും സൈക്കിൾ ചവിട്ടാൻ അറിയായിരിക്കും, പുരുഷന്മാർക്കല്ല. എൻ്റെ അടുത്ത് അയാൾ പിന്നെ ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത്, സാർ ഞാൻ സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നൊരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ കൊടുത്താലേ ജോലി കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് എവിടത്തെ പിന്നെ ഉദ്യോഗസ്ഥനാണ് ഇയാളെന്ന് ഞാൻ ഇതാണ് ഈ സിസ്റ്റം. അതാണ് നമുക്ക് മരണ സർട്ടിഫിക്കറ്റ് ഒരു 125 വയസ്സായി എന്ന് ബോധ്യമുള്ള ജനസംഖ്യകളാണ് മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? 125 വർഷം ആരും ജീവിച്ചിരിക്കില്ലല്ലോ. പക്ഷെ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 125 വർഷം കഴിഞ്ഞല്ലോ ഇയാൾ ജനിച്ചിട്ട്, ഇനിയും ജീവിച്ചിരിക്കണമെങ്കിൽ ഗിന്നസ് ബുക്കിൽ വേണ്ടി മരിച്ചോ എന്ന് ഉറപ്പിച്ചോ എന്ന് ഞാൻ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയേണ്ടി വന്നു. എംപ്ലോയ്മെന്റ് ഓഫീസ് ഇതിങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങൾ. ഇതാണ് നമ്മുടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരായിക്കഴിഞ്ഞാൽ അവർ ഞാൻ ഉൾപ്പെടെ വേറെ ഏതോ തലത്തിലിരിക്കുന്നു എന്നൊരു തോന്നൽ വരുന്നു എന്നൊരു പേടിയുണ്ട്. അതാണ് എൻ്റെ വിഷയം. മാഡം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ആ പുള്ളിക്കാരൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന്. പുള്ളിക്കാരൻ പ്രതികരിച്ച് ഒറ്റപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആരും സമ്മതിച്ചില്ല. ഞങ്ങൾ ഈ സംഭവം നടന്നു, ഈ പപ്പയെ പിടിച്ചോണ്ട് പോയി വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളും എല്ലാം പറയുന്നത് പപ്പയെ ഇടിച്ച് പാരിപ്പളക്കും വരും ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പോലീസ് വീട്ടിൽ കയറുന്നതും ഞങ്ങൾ പേടിച്ചിരിക്കുക. പപ്പയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ശനിയാഴ്ച. പപ്പയെ കൊണ്ടുപോകുമ്പോൾ പപ്പ ഒരു കവർ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയി. ഞങ്ങൾ ഈ ടെൻഷൻ ഇടയ്ക്ക് നോക്കുന്നില്ല. പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ ഇത് പൊട്ടിച്ച് നോക്കിയാൽ പപ്പ 2012 മുതൽ ഇങ്ങോട്ട് അയച്ച എല്ലാത്തിൻ്റെയും കോപ്പിയാണ്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കളക്ടർക്കും തഹസിൽദാർക്കും പഞ്ചായത്ത് ഓഫീസിലും എല്ലാം അയച്ച കോപ്പികളാണ്. അതിൻ്റെ അവസാനത്തെ 3 കത്തുണ്ടായിരുന്നു. ആ 3 കത്ത് ആത്മഹത്യാക്കുറിപ്പാണ്. പ്രധാനമന്ത്രിക്ക് അയച്ചിട്ട് മറുപടി ഇതെനിക്ക് ചെയ്തു തരാത്തതുകൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യണമെന്ന് എഴുതിയ കത്താണ്. ആ കത്ത് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു ധൈര്യം വന്നത്. ഇപ്പം മീഡിയ ഇവിടെ വിളിച്ചതും ഞങ്ങൾക്ക് പിന്നിലെ ഒരു ബലം തരാനുണ്ട് എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ പുള്ളി അത് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ആരും കാണത്തില്ല. ഈ കേസ് ആന്റി കറപ്ഷൻ പീപ്പിൾ മൂവ്മെന്റ് ബ്യൂറോ എന്ന് പറയുന്ന സംഘടന സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ആ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ജാമ്യത്തിന് വേണ്ടി കൊടുത്തു, മജിസ്ട്രേറ്റ് കൊടുത്ത് തള്ളി. അവരേറ്റെടുത്തിട്ടുണ്ട്. അതെ, അവർ തന്ന ഒരു ധൈര്യമാണ് ഞങ്ങളെ ഇന്ന് ഈ മുന്നിൽ ജനത്തോട് സത്യം പറയുക. പപ്പ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞങ്ങളതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ചെയ്തതെന്ന് പൊതുജനം അറിയണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആ പുള്ളി വന്ന് പുള്ളിയുടെ 2 വർഷം ജീവിതത്തിൻ്റെ 2 വർഷം എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ 2 വർഷം പോകുമ്പം ഒരു സാധാഗതിയിൽ 27ാമത്തെ വയസ്സ് വിവാഹം കഴിക്കേണ്ട ആ വ്യക്തി പിന്നെ കഴിക്കേണ്ടത് 30ാമത്തെ വയസ്സിലാണ്. വിവാഹം അവിടെ ഇരിക്കട്ടെ, ജോലി നമുക്ക് പിന്നെ ജീവിതത്തിന്റെ ഓരോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുഷ്പമ്മ എന്ത് ചെയ്യാൻ പോകുന്നു ഇനി? എങ്ങനെ ധൈര്യമുണ്ടോ ജീവിതത്തിൽ ഇനിയും ഈ കേസും അല്ലെങ്കിൽ വസ്തു തിരികെ എടുക്കാം എന്നുള്ളൊരു ഉറച്ച മനസ്സുണ്ടോ? അതിനുവേണ്ടി അവസാനം വരെ എല്ലാവരും പിൻബലം തരുന്നതുകൊണ്ട് ഒരു ധൈര്യം വരുന്നുണ്ട്. അല്ലാതെ ഞങ്ങളങ്ങ് പതറിപ്പോയി എന്ത് ചെയ്യണം. അല്ലെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഓർക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേന് ഞങ്ങളങ്ങ് ഇനിയും തകരാനില്ല. ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്? എങ്ങനെയാണ് വരുമാനങ്ങളെല്ലാം കുറഞ്ഞിരിക്കുന്ന കടമാണ് ഞങ്ങൾ അധികമായിട്ടും പ്രയാസപ്പെടുത്തുന്നത്. എന്നുവെച്ചാൽ ഈ 5 വർഷം ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഞങ്ങളുടെ വസ്തുവിന് 2.5 ലക്ഷം രൂപ സെന്റിന് വെച്ചതാണ്. എന്നാൽ ഞങ്ങളുടെ കടമെല്ലാം തീർത്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ വീട് വെച്ച് ഞങ്ങൾ നന്നായി പോയിന്. ഇപ്പോൾ ഇത് വിറ്റാലും കടം തീരുന്ന പ്രശ്നമില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് പറഞ്ഞത് തന്നെയാണ് കാര്യം. കൈക്കൂലി കൊടുക്കില്ല എന്ന് ആദ്യം ആളുകൾ തീരുമാനിക്കണം. പിന്നെ പൊതുവെ ഈ സർക്കാരിന്റെ സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആളുകൾക്കും കിട്ടണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എത്രമാത്രം ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വർഷാവർഷങ്ങളിൽ കൃത്യമായി പരിശീലിപ്പിച്ച് നിങ്ങൾ പൊതുജനത്തിൻ്റെ സേവകരാണ്, നിങ്ങൾ അവരെ സഹായിക്കാനിരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നടക്കില്ല എന്ന് പറയാൻ എത്ര എളുപ്പമാണ്, നടത്താനാണ് പാട്. അപ്പോൾ ചെല്ലുമ്പോൾ നടക്കില്ല. ഇത് ഈ നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടിയായാലും പ്രയാസമാണ്. ഞാൻ പറയാം, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആളുകൾക്ക് അതിന് വേണ്ടപ്പെട്ട അറിവില്ലെങ്കിൽ പ്രയാസമാണ്. പക്ഷേ അവരുടെ ഉത്തരവാദിത്വമാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയെടുക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റം വേണ്ടി വരും. കൃത്യമായി വിജിലൻ്റായി നോക്കി നിൽക്കുന്ന പൗരൻ വേണ്ടി വരും. തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ഇവർ പറഞ്ഞതുപോലെ പരാതിപ്പെടുകയും ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിജിലന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൂടെ വേണ്ടി വരും. അതല്ലാതെ ഇത് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ മനസ്ഥിതിക്ക് മാറ്റം വരണം. ഞാൻ കൈക്കൂലി കൊടുക്കുകയില്ല, എനിക്ക് ന്യായമായി അവകാശപ്പെട്ടതാണ്, ആ നീതി എനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു മനസ്സോടുകൂടി അപ്രോച്ച് ചെയ്യണം. അല്ലാതെ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും കുറുക്ക് വഴികൾ സ്വീകരിച്ച് നടത്തി പോയതിനു ശേഷം അഴിമതിക്ക് എതിരെ ശബ്ദിക്കുന്നത് തെറ്റാണ്. അത് അഴിമതിക്ക് വളം വയ്ക്കുന്നതിന് തുല്യമാണ്. സമൂഹം ഉണരണം.
അഴിമതിക്കെതിരെ ഉണരണം, പരാതി കൊടുക്കേണ്ട ഫാറങ്ങളിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാളെയും പീഡിപ്പിക്കപ്പെടുമോ എന്നുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വരണം. 1. 2, നമ്മുടെ ഈ സംവിധാനങ്ങൾ ലളിതവൽക്കരിക്കുവാൻ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ബ്യൂറോക്രസിയുടെ മനോഭാവത്തിലും മാറ്റം വരണം. 2 സമന്വയങ്ങളും ഇവിടെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇതിന് മാറ്റം വരികയുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതുവരെ വില്ലേജ് ഓഫീസർ തസ്തികയിലിരുന്നിട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഒരു പരാതിയും എൻ്റെ പേരിലുണ്ടായിട്ടില്ല, സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് മേലുദ്യോഗസ്ഥരുമായിട്ടാണ്, എനിക്ക് പബ്ലിക്കുമായിട്ടൊരു ഇതുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ വില്ലേജ് ഓഫീസർമാർ എങ്ങനെ ജനങ്ങളുമായി ഇടപെടണം എന്നൊരു പരിശീലനമോ ഒരു ക്ലാസ്സോ സർവീസ് തലത്തിലോ അല്ലാതെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് കിട്ടാത്തത് കൊണ്ടായിരിക്കണം പരാതിയില്ലാതെ ജനങ്ങളുമായി ഇടപെടാൻ കഴിയുന്നത്. ഇതുവരെ അതൊരു ഭാഗ്യമാണ്, ജനങ്ങളിൽ നിന്ന് പരാതി ഉണ്ടാകാതെ ഈ തസ്തികയിൽ ഇരിക്കാൻ പരിശീലനം കിട്ടിയ പ്രശ്നമാണോ? ആയിരിക്കണം. ഈ പരിശീലനം കിട്ടിയവരാണല്ലോ ഈ ചെയ്യുന്നതൊക്കെ. അല്ല, അങ്ങനെ ഒരു പരിശീലനം ഇല്ല സ്റ്റേറ്റ് സർവീസിൽ അങ്ങനെ പരിശീലനം ആദ്യമേ കൊടുക്കുന്ന ഒരു സമ്പ്രദായമില്ല. പക്ഷേ ഇൻ സർവീസ് കോഴ്സുകൾ പലതും നടത്തുന്നുണ്ട്. ആളുകൾക്ക് നിയമത്തെക്കുറിച്ചുള്ള ക്ലാസ് അല്ലാതെ ഞാൻ പറഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന രീതിയിലുള്ള പരിശീലന ക്ലാസ്. അതിനൊന്നും പരിശീലനം വേണ്ട. നമ്മുടെ മനോഗതിയിൽ മാറ്റം വരുത്തിയാൽ മതി. സർക്കാർ വില്ലേജ് ഓഫീസർ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ന്യായമാണെങ്കിൽ കൊടുക്കും എന്ന് നമ്മുടെ മനസ്സങ്ങ് മാറിയാൽ മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ സാങ്കുട്ടിമാർ ഒരിക്കലും വെറുതെ നമുക്ക് പറയാമെന്നല്ലാതെ നടക്കുന്ന കാര്യമല്ലോ. ഈ ലോകത്ത് ഇവരെല്ലാരെയും നന്നാക്കി ജീവിക്കാൻ പറ്റുമോ? നിയമം ജയിക്കും, നീതി പരാജയപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ കേസിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിയമപരമായിട്ട് ചിലപ്പോൾ വസ്തുവിൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചെന്നിരിക്കും. നിയമപരമായിട്ട് ഈ സാംകുട്ടി ചെയ്ത കുറ്റം വളരെ ഗൗരവമായി കണക്കാക്കപ്പെട്ടേക്കുകയും ചെയ്യാം. ഇതാണ് അവസ്ഥ. പിന്നെ ഈ അഴിമതിക്ക് ഒരു താഴെ തട്ടിൽ നിന്നല്ല അഴിമതി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കേണ്ടത്, അത് മുകളിൽ നിന്ന്. ഒരു ഭരണകൂടത്തിന് അഴിമതിയോട് താല്പര്യമില്ലാത്തൊരു ജനസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള അവസരമുണ്ട് നമുക്കിവിടെ. അതാരും ഉപയോഗപ്പെടുന്നില്ല. അതുകൊണ്ട് താഴെ നിന്ന് നമ്മൾ കൈക്കൂലി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വാങ്ങുന്നവൻ നമ്മളെ പീഡിപ്പിക്കുന്ന അവസ്ഥ കൂടുതൽ രൂക്ഷമാവും. കൈക്കൂലി കൊടുക്കണം എന്നുള്ള അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, കൈക്കൂലി കൊടുക്കാതിരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അങ്ങനെ കൈക്കൂലി കൊടുക്കാതിരുന്നാൽ ഈ താഴെ തട്ടിലുള്ളവൻ സുരക്ഷിതനാണെന്ന് അവൻ ഉറപ്പ് വരണം. ആ സുരക്ഷിതത്വം ആര് കൊടുക്കും? ഏത് നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് അത് കൊടുക്കാൻ പറ്റുമോ? നിലവിലുള്ള ഭരണകൂടത്തിന് അത് ഉറപ്പ് നൽകാൻ പറ്റുമോ? അതാണ് പ്രശ്നം. പ്രോപ്പറായ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇപ്പോൾ സാംകുട്ടി എവിടെയെല്ലാം അപേക്ഷ കൊടുത്തു, നേരത്തെ ജോസ് പറഞ്ഞ പോലെ സാംകുട്ടിക്ക് അതിന് ഒരു അക്നോളജ്മെൻറ്റ്, ഇന്ന സ്ഥലത്തെല്ലാം അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ള അക്നോളജ്മെൻറ്റ് അതില്ല. പ്രോപ്പറായ ഒരു ഗൈഡൻസ് സാംകുട്ടിക്കാരും കൊടുത്തിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുക. നമ്മൾ ഇങ്ങനെ മനോഭാവം മാറണമെന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഉദ്യോഗസ്ഥന്മാർ. സമൂഹം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെയാണ്. കൈക്കൂലി എങ്ങനെയെങ്കിലും സാധനം ഒരു പേപ്പർ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. നമുക്ക് ഈ സംവിധാനത്തിലൊരു മാറ്റം ഉണ്ടാകുവാൻ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വേണം. അതിപ്പോൾ നടക്കും എന്നാണ് നമ്മുടെ ഒരു തോന്നൽ. അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. എന്നായിരുന്നാലും അത്തരത്തിൽ ഈ സംവിധാനം നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ ആവുന്ന മുമ്പേ പിന്നെ ഹാർഡ്വെയർ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആവരുത് ഇവിടെ ഉണ്ടാവേണ്ടത്. സോഫ്റ്റ്വെയർ ആവുന്ന മുമ്പേ ഹാർഡ്വെയർ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആവരുത്. ആദ്യം അത് നടപ്പിലാക്കേണ്ട രീതികൾ ഒരിടത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ കവടിയാർ പോലെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ക്യാമ്പുകൾ പോലെ ഇതേപോലെയുള്ള ഒന്നിച്ച് ആൾക്കാരെ വിളിച്ചിരുത്തി പരാതികളെല്ലാം ഒന്നിച്ച് ഭരിക്കുന്നത് ജനസമ്പർക്കം പോലെയല്ല. പിന്നെ ഫയലുകൾ കൊണ്ടുവച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചിരുത്തി മേലുദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആത്മാർത്ഥയോടുകൂടി ഒരു 100 പരാതി ഉണ്ടെങ്കിൽ ഇതിനകത്ത് 75 തീർപ്പ് ഇല്ലയെന്ന് പറഞ്ഞല്ല, ശരിയാക്കി എന്ന് മറുപടി കിട്ടത്തക്ക രീതിയിലൊരു സംവിധാനം. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ട് ആവണം. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞൊരു സർക്കുലറോ സ്റ്റാറ്റ്യൂട്ട് ആവണം. ഒരാൾക്ക് ഒരു പൗരന് ഒരു അവകാശം കിട്ടേണ്ടത് സ്റ്റാറ്റ്യൂട്ടായി മാറണം. ഈ പോക്കുകൾ ഉൾപ്പെടെയുള്ള സർവീസ് ഇതിനൊക്കെ സേവനാവകാശ നിയമവും വിരാവകാശ നിയമമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനപ്പുറത്തേക്ക് തലത്തിലേക്ക് ഇതൊക്കെ ഉയരണം. നിയമനിർമ്മാണമാണ് വേണ്ടത്. അഴിമതിക്കെതിരെയുള്ള നിയമം അപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ഒരാളുടെ കൊടുത്താൽ പേപ്പറിനാൽ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു നിയമനിർമ്മാണം തന്നെ വേണം. ആ രീതിയിൽ ഭരണകൂടം മാറണം, സമൂഹം മാറണം, സംവിധാനം മാറണം. ഈ സേവനാവകാശ നിയമം സാംകുട്ടിയുടെ കാര്യത്തിൽ നടപ്പായിട്ടുമില്ല. 2012 നടപ്പായ നിയമമാണത്. പുതിയ നിയമം വന്നിട്ടൊന്നും ചെയ്യാനില്ല. കൈക്കൂലി മാത്രമല്ല സർക്കാർ ഓഫീസിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കൈക്കൂലി പോലെ തന്നെ സമാനമായ ഒരു സംഭവം റെക്കമെൻഡേഷനാണ്. ഇപ്പൊ എല്ലാവർക്കും മന്ത്രിമാരെയും MLA-മാരെയും പഞ്ചായത്ത് അംഗങ്ങളെയൊന്നും പരിചയം ഇല്ലാത്തവരും കാണും. അവർക്കാർക്കും സർക്കാർ ഓഫീസിൽ പോവരുത് എന്നൊരു നിയമം ഇല്ല. അപ്പൊ ഈ റെക്കമെൻഡേഷൻ ഒഴിവാക്കാനുള്ള, റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അത് നേടാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സംഭവം കൂടെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും വലിയ. അതാ കൈക്കൂലിയേക്കാളും ഏറ്റവും വലുത് റെക്കമെൻഡേഷനാണ്. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാതെ ഒന്നും നടക്കില്ല. എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത്?
പ്രതീക്ഷിക്കുന്നത് നിയമത്തിൻ്റെ ഭാഗത്ത് വസ്തു ഞങ്ങളുടേതാണെന്ന് മീഡിയ വഴി ഞങ്ങൾ ജനത്തെ അറിയിച്ചു. മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാറ്റം വരുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ഈ KSRTC ബസ്സിനകത്ത് നമ്മൾ കയറുമ്പോൾ ഇടയ്ക്കത് ഈ കയറിയിരിക്കുന്ന ജനങ്ങൾ ടിക്കറ്റ് എടുത്തുവന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ വരും. ഇതുപോലെ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരുന്ന ജനത്തിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ വരുന്ന ജനം ഇങ്ങനെ വന്നിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് മാഡം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാത്ത ആൾക്കാരാണ് പലരും. നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ 1 സെൻറ്റ് ഉള്ളവനായിരിക്കാം അവിടെ കരമടയ്ക്കുന്നത്. ആ കരമടയ്ക്കുന്നതിൽ നിന്ന് ഒരു വിഹിതമാണ് അയാൾ ശമ്പളം മേടിക്കുന്നതെന്ന് ഓരോ ആൾക്കാരും അത് തിരിച്ചറിയണം. അപ്പം അവരെ കെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാവണം. അത് ഈ പറഞ്ഞ നിയമ സംവിധാനങ്ങൾ മാറണം. മനസാക്ഷി, അവരവരുടെ മനസാക്ഷി നന്നായാൽ മതി. സർക്കാർ സേവനങ്ങൾ ഔദാര്യമല്ല, അവകാശമാണെന്ന് ഉറപ്പിക്കണം നമ്മൾ ഓരോ പൗരന്മാരും. കൈക്കൂലി കൊടുക്കില്ല എന്ന് ശക്തമായ തീരുമാനത്തിലെത്താൻ യുവതലമുറയ്ക്ക് കഴിയട്ടെ. ഇനിയൊരു സാംകുട്ടി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച സെൽഫിയിൽ കാണാം. നന്ദി, നമസ്കാരം.